ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ബാഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങോട്ടെങ്കിലും പോവാണെന്ന്. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവാണ്. ഒരു 10 വർഷത്തിൻ്റെ ഒക്കെ മുകളിലായിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് പോയി നിൽക്കാറുള്ളത് ഹോസ്പിറ്റലുകളിലാണ്. ലാസ്റ്റായിട്ട് ഇപ്പോൾ പോയി നിന്നിട്ടുള്ളത് ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഇത്തിരി മുന്നേ എൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു 8 ദിവസം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോകുന്ന ടൈമിൽ ഒരു ദിവസം മാറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ടൈമിൽ ഒരു 7 ദിവസം കുന്നംകുളം ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലുകൾക്കല്ലാതെ ഇപ്പോൾ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ചെറുതാവുന്ന ടൈമിലൊക്കെ ഉമ്മാൻ്റെ വീട്ടിലായാലും ഇതുപോലെ കുഞ്ഞുമ്മൻ്റെ വീട്ടിലായാലൊക്കെ പോയി നിൽക്കാറുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 15 വർഷത്തിൻ്റെ പുറത്തായിട്ടുണ്ട് നിന്നിട്ട്. അതിനുശേഷം ഇവർ വീട്ടിൽ വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പോയി വരാറുണ്ടെന്നല്ലാതെ നിൽക്കാറില്ലായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ പരിഭവം പരാതിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കസിൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുടെ കൂടെ വന്ന്. ഇതിപ്പോൾ അവർ റെൻറ്റിന് നിൽക്കുന്ന വീടാണ്. അവരുടെ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരം അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നൊക്കെയുള്ള രീതിയിൽ വന്നതാണ്. 1-2 ദിവസം കണക്കാക്കിയിട്ടാണ് വന്നതെങ്കിലും തിരിച്ചു പോകുമ്പോൾ 4 ദിവസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നിന്ന ടൈമിൽ ആദ്യം കണ്ണിലുടക്കിയത് ആ കൂട്ടിയിട്ടിട്ടുള്ള മണ്ണാണ്. അപ്പോൾ കസിനോട് ഇങ്ങനെ പറഞ്ഞതാണ്, ഇത് വെച്ചിട്ടായിരുന്നു പണ്ടൊക്കെ മണ്ണിൽ കളിച്ചിരുന്നതെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ എന്നുള്ളതാണ് ആദ്യം ആളുടെ അടുത്ത് നിന്ന് കിട്ടിയ മറുപടി. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 കൂടെ ഇറങ്ങി വന്ന് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും കിണറൊക്കെ കണ്ട് വരുമ്പോഴേക്ക് ആൾ മണ്ണിലിരുന്ന് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു ഉരുള എനിക്കും തന്നു. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്ക് അടുത്ത കളറിലുള്ള മണ്ണൊക്കെ ആയിട്ട് എനിക്ക് ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ട് കൊടുന്ന് തന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ആദ്യ ദിവസം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മണ്ണിൽ കളിച്ചിട്ട് പിന്നെ താഴെയുള്ള താത്താൻ്റെ വീട്ടിൽ കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത താത്താനോടൊക്കെ സംസാരിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും കഥകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ വീട്ടിലുണ്ട് താത്ത ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് ഇതുപോലെ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിവടയും പരിപ്പ് വടയൊക്കെ കൊണ്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പിന്നെ താത്താനോട് ഇരുന്ന് സംസാരിച്ചിട്ട് ഇതുപോലെ ഇരുട്ടായി തുടങ്ങിയ ടൈമിലാണ് താത്ത തിരിച്ചു പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ടെറസ് കാണാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. വന്ന പാടെ മണ്ണിൽ പോയതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ ആകാശം നോക്കി കിടക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞ് പിറ്റേന്ന് വീടിൻ്റെ ഓണർക്ക് വിളിച്ചിട്ട് മണ്ണെടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചിട്ട് രാവിലെ തന്നെ ഒരു കവറൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ 3 കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് 10-10:30 ആവുന്ന ടൈമിൽ തന്നെ ഇതുപോലെ മണ്ണിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം യെല്ലോ കളറിലെ മണ്ണെടുക്കാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ തൊട്ടടുത്തുള്ള തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആദ്യത്തെ പിടി ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് 3 കൂടെ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി. അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഓപ്പണായി കിടക്കുന്ന കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. ടെറസിലാകുമ്പോൾ ഒത്തിരി വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളേണ്ടി വരില്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് മണ്ണൊക്കെ എടുത്ത് പോവാണ്. പിന്നെ അവിടെ ഒന്നും കച്ചറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരിക്ക് 3 ഇരുന്ന് ഇതുപോലെ പത്തിരിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ ആദ്യം മണ്ണൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നീട് എന്തുണ്ടാക്കും എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ പ്ലാനിങ്ങിനൊടുവിൽ ഒരാൾ വീടുണ്ടാക്കാനും അടുത്ത ആൾ ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനും ഞാൻ പണ്ട് ചെയ്തതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇരുന്ന്. അന്നൊക്കെ ഇതുപോലെ സ്കൂളിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകുന്ന ടൈമിൽ നമ്മളോട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരാൻ പറയുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ അമ്മിക്കല്ലും ഉരലും ആട്ടുകല്ലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു.
അപ്പോൾ അതന്നെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇരുന്ന് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കയ്യിലില്ല. വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കൂടെ ക്യാമറ വെച്ചത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊന്നും പിടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയത് വെറും മണ്ണ് കുഴക്കുന്നത് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ കയ്യിൽ കിട്ടിയ ഭാഗങ്ങൾ വെച്ചിട്ട് ഇതുപോലൊന്ന് എഡിറ്റ് ചെയ്തെടുത്തതാണ്. കൂട്ടത്തിൽ ഇരിക്കാനൊരു സോഫയും അതുപോലെ തന്നെ കിണറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വീഡിയോസൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ലേ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എടുത്ത് പല ഭാഗങ്ങളും ക്യാമറയിൽ പെട്ടിട്ടില്ല. ഇതുപോലെ തന്നെ മുന്നേ പുറത്ത് പോയ വീഡിയോസൊക്കെ എടുത്ത ടൈമിൽ കറക്റ്റ് ഭാഗങ്ങളൊന്നും വീഡിയോയിലില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ടൈമിൽ എൻ്റെ സ്റ്റാൻഡ് പോലും ഞാൻ കൊടുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്നു മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് വന്നത്. അപ്പോൾ വരുന്ന ടൈമിൽ 2-3 വീഡിയോസൊക്കെ ഫോണിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എത്തിയ പാടെ തന്നെ ഈ ഒരു മണ്ണും കൂട്ടിന് ആളൊക്കെ കിട്ടിയപ്പോൾ വീഡിയോ ഇടാനൊക്കെ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മടി പിടിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോണിൽ മുന്നേ എപ്പോഴോ ചെയ്ത് വെച്ച കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡിസൈൻസ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ അതാണ് പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലൈവും കാര്യങ്ങളും വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. പക്ഷേ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരിച്ചിനി വീണ്ടും ലൈവിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ മടി തോന്നുന്നുണ്ട്. പക്ഷേ എവിടെ വെച്ച് നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ 9 മാസത്തോളം വരുന്ന കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇത്രയും പേര് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്നും വീഡിയോസൊക്കെ ഇടാം. 1-2 ദിവസത്തിനുള്ളിലൊക്കെ നോർമലി പഴയ പോലെ തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള മെഹന്തി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 2:30-2:45 ടൈം വരെ ഇരുന്നിട്ട് ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് താത്താൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന ടൈമിൽ കസിന് കുറച്ച് മണ്ണൊക്കെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തെടുത്തിട്ട് ആൾ പുതിയ വളം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലീനാക്കി തേച്ച് ഞങ്ങളെ റൂമിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സംസാരങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഇതുപോലെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ടൈം ആകാശം നോക്കി നിൽക്കും. അതിന് ശേഷം പിന്നെ അവർ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കും. താഴെ താത്ത ഉണ്ടെങ്കിൽ താത്താനോട് സംസാരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ വീടിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി അവിടെ വീട് പൊളിച്ചതും ഒക്കെ കണ്ട് തിരിച്ച് ഇരുട്ടായ നേരത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന ശേഷം പിന്നെ രാത്രി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കസിൻ ഇതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് ആൾ ഭയങ്കര ഫോമിലായിരുന്നു. ആൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാനിതുപോലെ വന്ന് നിൽക്കുന്നു. എപ്പോഴും വരാമെന്ന് പറയുമെങ്കിലും കൂടെ വന്ന് നിൽക്കുന്നു ആൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡേ ഇതുപോലെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച ഐറ്റംസൊക്കെ പോയി നോക്കി അതൊക്കെ വീഡിയോ എടുത്ത് അതിന് ശേഷം പിന്നെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ പുറത്ത് വന്ന് നിൽക്കുന്നത് മെയിൻ പരിപാടിയാണ്. അതിന് ശേഷം താത്ത എങ്ങാനും താഴെ ഉണ്ടോ പോകുന്നത് പറയാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ താത്താനെ അവിടെ കണ്ടില്ല. അപ്പം അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോന്ന് തിരിച്ച് വൈകുന്നേരം കസിൻ ഇതുപോലെ വീട്ടിലോട്ട് തിരിച്ച് കൊണ്ടാക്കി തന്നു. അപ്പോൾ ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് 3-4 ദിവസം ഇതുപോലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.